الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനാദരവുകൾ നിറഞ്ഞ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഗുരുനാഥന്മാരെ, മറ്റ് സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ മുതഅല്ലിമീൻ സുഹൃത്തുക്കളെ, എന്തുകൊണ്ടും കാലോചിതവും സന്ദർഭത്തിനനുസൃതവുമായ ഉത്തമവും ഉചിതവുമായ ഒരു വിഷയമാണ് അതുല്യനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളത്. എന്തെന്നാൽ മാലോകർ മുഴുവനും അശ്രദ്ധനാകാതിരിക്കേണ്ടതും അതിലുപരി ജാഗരൂകനാകേണ്ടതുമായ ഒരു വിഷയമാണ്. തുല്യമായ മറ്റൊന്നിന്റെ സാമീപ്യം പോലും അരികിലില്ലാതെ അതുല്യനായി നിലകൊള്ളുന്ന അതുല്യ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളത്. എന്തെന്നാൽ ഓരോ മുസൽമാന്റെയും, നമുക്കറിയാം, ലോകമാകമാനമുള്ള ഓരോ മുസൽമാന്റെയും ഹൃദയാന്തരത്തിൽ അലതല്ലുന്ന കടലോളം പച്ചവിരിപ്പിട്ട് ഹരിത ഭംഗിയിൽ മുങ്ങി നിൽക്കുന്ന പാരാവാരം പോലെ പടർന്നു കിടക്കുന്ന സുന്ദര ഭൂമിയോളം സ്നേഹം പതഞ്ഞു പൊങ്ങുന്ന തന്റെ കർണപുടങ്ങൾക്ക് ആസ്വാദ്യകരവും ആനന്ദവും അതിലുപരി ആർജവും നൽകുന്ന ഒന്നാണ് മദീനയുടെ രാജകുമാരനായ ആമിനയുടെ പൊന്നോമന പുത്രൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളത്. എന്തെന്നാൽ അധപ്പതനത്തിൽ നിന്നും അധപ്പതനത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന ആധുനിക സമൂഹത്തിലെ ഓരോ വക്താക്കൾക്കും അതുല്യനായ പ്രവാചകൻ വ്യക്തമായ മാർഗനിർദ്ദേശിയും വഴികാട്ടിയുമാണ്. എത്രത്തോളം എന്നാൽ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ സ്നേഹസമ്പന്നനായ ഭർത്താവായും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ നെറ്റിത്തടത്തിൽ വാത്സല്യത്തിന്റെ ചുടുചുംബനങ്ങൾ നൽകുന്ന വാത്സല്യഭരിതനായ സ്നേഹഭരിതനായ പിതാവായും രക്തച്ചൊരിച്ചിലിന്റെ വക്കിൽ കാരിരുമ്പായി നിലകൊണ്ട് തന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് പുണ്യഗേഹത്തിലേക്ക് ഹജറുൽ വസ്വദ് ഉയർത്തുന്ന തന്ത്രജ്ഞനും ബുദ്ധിമാനുമായ നേതാവായും വർണ്ണവർഗ വിഭജനത്തിനും അസമത്വത്തിനുമെതിരെ വാചാലനാകുന്ന മാനവ വിമോചകനായും സമാധാനാവസരത്തിലും രണാങ്കണ ഭൂമിയിലും അകാരണമായി പ്രകൃതിയെ നശിപ്പിക്കരുത്, അതിന് മുതിരരുത് എന്ന് കണിശമായി ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രകൃതി പ്രതിബദ്ധതയുള്ള വ്യക്തിയായും കുഞ്ഞിളം പൈതങ്ങളായ തന്റെ പേരക്കിടാങ്ങളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇളം പുഞ്ചിരി തൂകുന്നതായ സ്നേഹസമ്പന്നനായ വല്ലുപ്പയായും എല്ലാത്തിലും ഉപരി തന്റെ കാൽപാദങ്ങൾക്ക് നീര് വരുവോളം നിന്ന് നമസ്കരിക്കുകയും മുൻകഴിഞ്ഞതും ാനിരിക്കുന്നതുമായ സകലമാന പാപങ്ങളും പൊറുത്തിട്ടും എന്തിനിങ്ങനെ എന്നാരാഞ്ഞപ്പോ ഇത്രയേറെ അനുഗ്രഹങ്ങളുടെ പേമാരികൾ കൊണ്ടെന്നെ പൊതിഞ്ഞിട്ടും ആ അനുഗ്രഹങ്ങൾക്കൊന്നും നന്ദി ചെയ്യാൻ കഴിയാത്ത നന്ദിയില്ലാത്ത അടിമകളിൽ ഉൾപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ നന്ദിയും പ്രതിബദ്ധതയും അനുസരണാശീലവും കൈമുതലായുള്ള ഉത്തമനായ ഒരു അടിമയായും എന്ന് വേണ്ട, ലോകത്തിന്റെ സമസ്ത മേഖലകളിലും എല്ലാ നിലയിലും ആരും തന്നെ തുല്യനായില്ലാത്ത അണയാത്ത ഒരു ദീപേശികയായി നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് തുല്യനായ പ്രവാചകൻ. ഇങ്ങനെ ലോകത്തിന്റെ സമസ്ത മേഖലകളിലും എല്ലാ നിലയിലും ആരും തന്നെ സമന്മാരായില്ലാതെ ഓരോ മുസൽമാന്റെയും ഹൃദയാന്തരത്തിനുള്ളിലെ പളുങ്കുപാളിയിൽ ഒരു രാജകുമാരനായി വിരാജിക്കുന്ന അതുല്യനായ പ്രവാചകനെ കുറിച്ചാണ് തത്വചിന്തകനായ കാർലൈൻ പോലും പറഞ്ഞു പോയത്. The Prophet Muhammad sallallahu alaihi wasallam is the glorious light of the world. അതുല്യനായ പ്രവാചകൻ ഈ ലോകത്തിനാകമാനം പ്രകാശം ചൊരിയുന്ന ഒരു പ്രകാശനാളത്തിന് സമാനമാണെന്ന് തത്വചിന്തകനായ കാർലൈൻ പോലും പറഞ്ഞു പോയി. എന്തിന്റെ പേരിൽ? പ്രവാചക ജീവിതം ഭാഗ്യമായി ദർശിച്ചതിന്റെ പേരിൽ. എന്നാൽ പ്രവാചക ജീവിതം തന്റെ ജീവിതത്തിന്റെ കർമ്മപഥത്തിലേക്ക് കൊണ്ടുവന്ന് ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ ചരിത്രവും കാലവും സാക്ഷിയായ ചരിത്ര സംഭവങ്ങളുടെ ചിതലരിക്കാത്ത ഓർമ്മകൾ അവശേഷിക്കുന്ന ചരിത്ര പുസ്തകത്തിന്റെ കാലപുസ്തകത്തിന്റെ വരികൾ പരാവർത്തനം ചെയ്യുമ്പോ പ്രവാചകന്റെ ജീവിതം തന്റെ കർമ്മപഥത്തിലേക്ക് കൊണ്ടുവന്ന് ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ നാമകരണം ചെയ്യപ്പെട്ട ഒരുപാട് മഹാരഥന്മാരെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ചരിത്രകാരന്മാർ പോലും ഡാർക്ക് ഏജ് എന്ന് വിധി എഴുതിയ 6-ാം നൂറ്റാണ്ടിന്റെ സന്തതിയായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശക്തനായ ഒരു ഗുസ്തിക്കാരൻ, പ്രതിയോഗികളെ നിഷ്പ്രയാസം കീഴടക്കും, സാഹസ കൃത്യങ്ങൾ പ്രിയങ്കരമാണെന്ന് ഇങ്ങനെ ജാഹിലിയ്യത്തിന്റെ സകലമാന ഗുണങ്ങളും ഒത്തിണങ്ങിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പിൽക്കാലത്ത് ഗാന്ധിജി പോലും പറഞ്ഞു പോയത്. ഉമറിന്റെ ഇസ്ലാമിക നീതിശാസ്ത്രം അംഗീകരിച്ചുകൊണ്ട് ഉമറിന്റെ ഭരണരീതി ഇന്ത്യയിൽ നടമാടിയാൽ ഇന്ത്യയിലുള്ള സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് ഗാന്ധിജി പോലും പറഞ്ഞു പോയി.
ഏത് ഈ ഉമറിനെ കുറിച്ചാണ്. എങ്ങനെയുള്ള ഉമർ? ആ കാലഘട്ടത്തിൽ അധർമ്മം കുടികുത്തി വാണിയിരുന്ന ആ കാലഘട്ടത്തിന്റെ വക്താവായ ഉമറിനെ കുറിച്ച് ഈ ഉമർ ഈ ഉത്തരവാദിത്ത ബോധവും ധർമ്മവും നീതിയും പഠിച്ചത് എവിടെ നിന്ന്? ലോകത്തിന് മുഴുവനും ഗുരുവായി നിയോഗിക്കപ്പെട്ട ഒരു അധ്യാപകനായി നിയോഗിക്കപ്പെട്ട അതുല്യനായ പ്രവാചകനിൽ നിന്നാണെന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഇങ്ങനെ എത്രയെത്ര മഹാരഥന്മാരെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പോലും പ്രവാചകനെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് പ്രവാചകരെ നാം ഈ ലോകത്തിനാകമാനം അനുഗ്രഹമായിട്ടല്ലാതെ ഒരു റഹ്മത്തായിട്ടല്ലാതെ പ്രവാചകരെ ഞാൻ താങ്കളെ നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പോലും പ്രവാചകനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ ആ ആയത്തിന്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കണമെങ്കിൽ പ്രവാചകനെ അറിയണം, പ്രവാചകന്റെ ജീവിതം അറിയണം. ഇങ്ങനെയുള്ള സമസ്ത മേഖലകളിലും ആരും തന്നെ തുല്യനായില്ലാത്ത പ്രവാചകനെ കുറിച്ചാണ് ഈ അടുത്ത കാലത്ത് കുറച്ചു നാളുകൾക്ക് മുമ്പ് തന്റെ ദീർഘകാല പഠനത്തിനും തന്റെ ഒരുപാട് നാളത്തെ അന്വേഷണത്തിനും ഒടുവിൽ മൈക്കിൾ എച്ച് ഹാർഡി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. വിശ്വം കണ്ട 100 മഹാന്മാരിൽ 1-ാം സ്ഥാനം പ്രവാചകന് നൽകി. എന്തിന്റെ പേരിൽ? സമൂഹത്തിന്റെ നാനാ തുറകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ചീട്ടുകൊട്ടാരം തകർന്നടിയുന്നത് പോലെ ആത്മീയതയുടെ മറവിൽ അക്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവരുടെ പതനം കാണാം. എന്നാൽ അതുല്യനായ പ്രവാചകന്റെ ജീവിതം അണിവിട തെറ്റാതെ പരിശോധിച്ചാൽ പോലും യാതൊരുവിധ അപാകതകൾ പോലും ദർശിക്കാൻ സാധിക്കില്ല. യാതൊരുവിധ അപാകതകൾ പ്രവാചകന്റെ ജീവിതത്തിൽ ദർശിക്കാൻ സാധിക്കില്ല. എന്നാൽ ലോകമാകമാനം ആത്മീയ ആചാര്യന്മാരായിട്ടും മഹാമുനിമാരായിട്ടും ഗണിച്ചിരുന്നവരുടെ പതനം നാം കാണുന്നതാണ്. ഈ അടുത്ത കാലത്ത് സത്യമെന്നെങ്കിലും വെളിയിൽ വരുമെന്നതിനെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കാഞ്ചി കാമകോടി പീഠാധിപതി ജയേന്ദ്ര സരസ്വതിയുടെ പതനം കണ്ടില്ലേ? ജനകോടികളുടെ ആത്മീയ ആചാര്യനായുമാണ് അദ്ദേഹം. ഇന്ന് 15 അംഗ കൊലപാതക സംഘത്തിലെ പ്രതിയാണ് ഇദ്ദേഹം. ഇങ്ങനെ ലോകത്തിന് മുന്നിൽ കേവലം ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്റെ മുഖം മൂടി വലിച്ചു കീറപ്പെടുമ്പോ, എന്നാൽ പ്രവാചകന്റെ ജീവിതത്തിന് 1400 സംവത്സരങ്ങളായിട്ടും യാതൊരുവിധ അപാകതകളും ദർശിക്കാതെ പ്രവാചകന്റെ ജീവിതം ഒരു കോട്ടവും തട്ടാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതര മതസ്ഥരിൽ നിന്നുള്ള ബുദ്ധിജീവികൾ പോലും പ്രവാചക ജീവിതത്തെ അനുകരിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാലും ഇത്രയേറെ ലോകത്തിന് വ്യക്തമായ പാഠമുണ്ട് എങ്കിൽ തന്നെയും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന അധമന്മാർ അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിന്റെ സബലീകരണത്തിനായി ഇസ്ലാമിനെ ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുവാൻ ഈ പ്രവാചകനെ ഈ ലോകത്ത് പ്രവാചകനെയും പ്രവാചക സുന്നത്തിനെയും കരിവാരിത്തേക്കുവാൻ ശ്രമിക്കുമ്പോ അവരൊന്ന് മനസ്സിലാക്കേണ്ടത്, അവരുടെ കാലയളവിൽ ജീവിക്കുന്നതായ അല്ലെങ്കിൽ അവരുടെ മുൻഗാമികളായി ജീവിച്ചു പോന്ന ഇസ്ലാമിനെ തകർക്കുവാൻ ശ്രമിച്ച രുടെ മനംമാറ്റവും പരിശുദ്ധവും പരിപാവനമായ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവുമാണ്. നിങ്ങൾക്കറിയുമോ ജപ്പാനിലെ ഓട്ടോവയിൽ ജനിച്ച കൊയ്റോത്വിസ് എന്ന ശാസ്ത്രജ്ഞനെ നിങ്ങൾക്കറിയുമോ? ലോകത്തിന് മുന്നിൽ പ്രവാചകന്റെ തിരുസുന്നത്തുകളെ മ്ലേച്ഛമായി ചിത്രീകരിക്കുവാൻ വേണ്ടി ശ്രമിച്ച അദ്ദേഹം ഈ ലോകത്തോട് പ്രവാചകന്റെ തിരുസുന്നത്തുകളെ മുന്നിൽ വെച്ചുകൊണ്ട് പഠനം നടത്തുന്ന വേളയിൽ അദ്ദേഹം ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടത്രേ, കുടിവെള്ളത്തിൽ ഈച്ച വീണാൽ ആ ഈച്ചയെ നിങ്ങൾ ഒന്നുകൂടി ആ കുടിവെള്ളത്തിലേക്ക് മുക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലും നല്ലൊരു അവസരം എനിക്ക് കിട്ടാനില്ല. പ്രവാചകനെ ഈ ലോകത്ത് മ്ലേച്ഛമായി ചിത്രീകരിക്കുവാൻ ഇതിലും നല്ലൊരു അവസരം കിട്ടാനില്ലെന്ന് കരുതിയ കൊയ്റോത്വിസ് എന്ന ശാസ്ത്രജ്ഞൻ ഈ ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി. ദ പ്രിൻസിപ്പിൾ ഓഫ് മുഹമ്മദ് ഈസ് ഫുൾ ഓഫ് ഫൂളിഷ്നെസ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി. പ്രവാചകൻ ഈ ലോകത്തിന് മുന്നിലേക്ക് വെച്ച സിദ്ധാന്തങ്ങൾ മുഴുവനും പമ്പര വിഡിത്തമാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ കൊയ്റോത്വിസ് എന്ന ശാസ്ത്രജ്ഞന്റെ അവസ്ഥ നിങ്ങൾക്കറിയുമോ? പിന്നീട് അദ്ദേഹം കൂടുതൽ പഠനങ്ങൾ ആ വിഷയത്തിൽ നടത്തുകയും അങ്ങനെ പ്രവാചകന്റെ തിരുമൊഴികളുടെ ശാസ്ത്രീയ വശങ്ങൾ തിരിച്ചറിഞ്ഞ അദ്ദേഹം പിന്നീട് ഈ ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി, ഐ ആം വെരി സോറി, ഞാൻ ഈ ലോകത്തോട് മുഴുവൻ ഇതാ ക്ഷമാപണം നടത്തുകയാണ്, ഞാൻ ഈ ലോകത്തിലെ സകലമാന ജനങ്ങളോട് ഇതാ മാപ്പപേക്ഷിക്കുകയാണ്. The Muhammad is the greatest doctor in the world. പ്രവാചകൻ ഈ ലോകത്ത് ആരും തന്നെ സമന്മാരായില്ലാത്ത ഏറ്റവും വലിയതായ ഒരു ഡോക്ടറിന് സമാനമാണ് എന്ന്, ഒരു ഡോക്ടറാണ് എന്ന് കാർലൈൻ പറഞ്ഞു പോയി പിൽക്കാലത്ത്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് പ്രവാചകനെ ഈ ലോകത്ത് നിന്നും ഉന്മൂലനം ചെയ്യുവാനായി ശ്രമിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ തന്നെ പാഠമേൽക്കേണ്ടി വന്നു.
എന്നാൽ ചില വിഭാഗങ്ങൾ പ്രവാചകന്റെ തിരുസുന്നത്തുകളെ ആധാരമാക്കി സ്വജീവിതത്തിൽ കൊണ്ടുവന്ന് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾക്കും പദവികൾക്കും അർഹരായി തീരുന്നു. ഈ അടുത്ത കാലത്ത് പോലീസ് സേനയുടെ പരമോന്നത സ്ഥാനം വഹിക്കുന്ന DGP ഒരിക്കൽ തന്റെ ജയിലിൽ നടത്തിയ പരിഷ്കരണങ്ങളുടെ നീണ്ടതായ ഒരു നിരത്തുന്നതിനിടയിൽ തേൻപാത്രത്തിലേക്ക് ഈച്ചകൾ വന്നൊട്ടുന്നത് പോലെ അദ്ദേഹം നടത്തിയ, ലോകത്തിലെ ജയിലുകളിൽ അദ്ദേഹം നടത്തിയ പരിഷ്കരണങ്ങളുടെ ആ നീണ്ട നിര കണ്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു, താങ്കൾ ഈ പരിഷ്കരണം നടത്തിയത് താങ്കളുടെ സ്വന്തം ഭാവനയിലാണോ? താങ്കൾ ഈ പരിഷ്കരണം നടത്തിയത് താങ്കളുടെ ഈ സ്വന്തം ഭാവനയിലാണോ? തന്റെ ചിന്താമണ്ഡലത്തിൽ നിന്ന് വന്ന തന്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങളാണോ താങ്കൾ ഈ ജയിൽ പരിഷ്കരണത്തിന് നടത്തിയത് എന്ന് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയുണ്ടായി, ഇതെന്റെ ആശയങ്ങളല്ല, ഇതെന്റെ ആശയങ്ങളല്ല. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഈ ലോകത്ത് കാണിച്ചതായ മാർഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പരിഷ്കരണങ്ങൾ നടത്തിയത് അദ്ദേഹം പറയുകയുണ്ടായി. ഇങ്ങനെ നമുക്ക് ഒരുപാട് പ്രവാചകരെ നാം അനുകരിക്കാൻ നമുക്ക് ഒരുപാട് സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രവാചകനെതിരെ വരുന്ന വിമർശനങ്ങളുമെല്ലാം ശക്തമായ രീതിയിൽ എതിർത്ത് നല്ല രീതിയിൽ പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നല്ല രീതിയിലുള്ള ജീവിതം നയിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു